നമ്മളിപ്പം ഉള്ളത് ഒരു ലേക്കിന് നടുവിലാണ്. ഫുൾ ലേക്കാണ്, ഫ്രോസൺ ലേക്കാണ്. ഏകദേശം 70 മീറ്റർ താഴെ വരെ ഐസുണ്ട്. നമ്മൾ ഐസ് ഫിഷിങ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെയാണ്. ആദ്യമേ വെച്ച് ഗ്രില്ല് ചെയ്യും. ഇതിന് മുകളിലും താഴെ പിടിച്ച് കലക്കി കഴിഞ്ഞാൽ ഇത് ഗ്രില്ല് ചെയ്യും. ഏകദേശം ഒരു 80-90 മീറ്ററോളം ഗ്രില്ല് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടും. നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഹോൾ കിട്ടും. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പം ഇത് പാരലൽ കുറേ ഹോളുകളുണ്ട്. നമ്മൾ 8 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹോളിലൂടെ നമ്മൾ ചൂണ്ടയകത്തിടും. ആ ചൂണ്ടയുടെ നമുക്കൊരു കണക്കൂട്ടലുണ്ടാവും. അതായത് ഏകദേശം 90 മീറ്റർ സ്നോ, അത് കഴിഞ്ഞാൽ വെള്ളം. അപ്പോൾ വെള്ളം എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കും. ഏറ്റവും ആദ്യമേ അതിനെ നടുക്ക് വെച്ചിട്ടിടും. ഓക്കെ, ഇങ്ങനെ ഈ പാരലായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ പാരലായിട്ട് കുറേ ഹോൾ ഉണ്ടാക്കി പോകുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ അറിയാം. ഫിഷ് തണുപ്പ് കാലത്ത് ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ മീൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഹോള് ഫുള്ളിടുന്നത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഈ ഹോളിൽ നിന്ന് എവിടെ മീൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിന് നേരെ ഈ വശത്തേക്ക് പിന്നെ ഹോളിങ്ങനെ കുഴിക്കും. എന്നിട്ട് അവിടെ മീൻ ഇടും. അപ്പോൾ മീൻ കാണും എന്നാണ് പറയുന്നത്. നമ്മുടെ ഗൈഡിങ് ടീമാണുള്ളത്. നല്ല തണുപ്പുണ്ട്, നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഒത്തിരി താഴെ നല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 90 മുതൽ 100 മീറ്റർ താഴെ വരെ ഐസുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് സ്നോ ഫിഷിങ് ചെയ്യുന്നത്. മീൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ അവർ ചൂണ്ടിട്ടാനായിട്ട് പോവാണ്. നമുക്ക് അതിപ്പോട്ട് ഇപ്പം കിട്ടാൻ ലെങ്ത്ത് നോക്കി വെള്ളത്തിൻ്റെ. ഓക്കെ, ഇനി അവർ ചൂണ്ടിടാനായിട്ട് പോകും. ഓക്കെ, ബൈ.